ഇന്നൊരു ഫിഷ് ഗ്രില്ലാണ് ഇന്നത്തെ റെസിപ്പി. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഫിഷ് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ ഫിഷ് തന്നെ യൂസ് ചെയ്യുക. നല്ല മാംസമുള്ള ഫിഷ് ആകുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുന്നത്. ഫിഷ് ഇതേ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. മുള്ള് കംപ്ലീറ്റ് ആയിട്ടും മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാല നന്നായിട്ട് ഫിഷിൽ പിടിക്കും. ഫിഷിൻ്റെ ഒരു സ്പൈസ് കൂടി ഞാൻ യൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഞാൻ പ്രോൺസിന് യൂസ് ചെയ്ത അതേ മസാല തന്നെയാണ് ഫിഷിന് യൂസ് ചെയ്യുന്നത്. ലെമൺ ജ്യൂസ് വേണം, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി. കോക്കനട്ട് മിൽക്കിലാണ് മസാലയെല്ലാം അരച്ച് ഞാൻ എടുത്തിരിക്കുന്നത്. അന്നേരം ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഫിഷിൻ്റെ സ്പൈസ് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതിയാകും. ഓയിൽ ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒണിയൻ്റെ പൗഡർ ആഡ് ചെയ്യുക. ഇത് നിർബന്ധമൊന്നുമില്ലേ. അതിനുശേഷം ഫിഷ് നന്നായിട്ട് ആ മസാലയൊന്ന് പുരട്ടി ഒരു ദിവസം ഒന്ന് ഫ്രീസറിൽ വെക്കണം. ആ ക്ലിംഗ് റാപ്പ് ഇട്ട് കവർ ചെയ്യണേ. എന്നിട്ട് വേണം ഫ്രീസറിൽ വെക്കാൻ. നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. മസാല പുരട്ടിയിട്ട് അന്നേരം തന്നെ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഉപ്പും മസാലയൊന്നും അതേ പിടിക്കുകയില്ല. ഞാൻ ഈ രീതിയിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓവനകത്ത് വേണമെങ്കിലും ഗ്രില്ല് ചെയ്തെടുക്കാം.